ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഇന്ത്യൻ ബ്രാൻഡുകളിൽ എനിക്ക് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കുറേ സിറങ്ങളെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് 10 കൂടുതൽ സിറംസ് എന്തായാലും ഇതിനകത്ത് ടോപ്പ് 10 പിക്സ് പ്ലസ് ടോപ്പ് 10 പ്ലസ് പിക്സ് എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ സിറങ്ങളെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ എന്ന് വെച്ചാൽ ഞാൻ കറന്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, കാരണം ഇത് ലൈക്ക് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വിറ്റാമിൻ സി സിറാണ്. ഇതാണ് വിഷ് കെയറിന്റെ ഒരു വിറ്റാമിൻ സി സിറം. ഇപ്പോൾ ഈ സിറം ഞാൻ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് എന്നറിയാം, ഞാൻ എപ്പോഴും ഒരു പിഗ്മെന്റേഷൻ മാറ്റുന്ന ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഞാൻ അധികം വിറ്റാമിൻ സി പറയാത്ത ആളാണ്. കാരണം എനിക്കറിയാം വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഡിസയർ ഒരു റിസൾട്ട് നമുക്ക് വിറ്റാമിൻ സി മാത്രം യൂസ് ചെയ്യാൻ കിട്ടാറില്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷെ ഈ വിറ്റാമിൻസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ വിറ്റാമിൻസിനെക്കാളും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം വിറ്റാമിൻ സി പിഗ്മെന്റേഷൻ മാറ്റുമെങ്കിൽ നമ്മൾ പണ്ട് വിറ്റാമിൻ സിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ സിയുടെ ഓരോരോ ഫോമുകളാണ് നമുക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് അതിനുള്ള മെയിൻ 2 ഫോംസ് ഉണ്ട്. ഒന്ന് ഇതിനകത്തുള്ള 3-O-ethyl അസ്കോർബിക് ആസിഡ്, രണ്ട് ഇതിനകത്ത് അസ്കോർബിക് ആസിഡ്. ഈ 2 ഫോമും നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. ഇപ്പൊ നമ്മൾ വേറെയുള്ള വിറ്റാമിൻസുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ പോകുമ്പോൾ ഉള്ള വിറ്റാമിൻ സീസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചില നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ക്ലെയർ, അതായത് നമ്മുടെ കോസ്റക്സിന്റെ വിറ്റാമിൻ സി ഒക്കെ നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ വിറ്റാമിൻ സി കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്, പിഗ്മെന്റേഷൻ പറയുന്നു എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ വിറ്റാമിൻ സി കറന്റ് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വിറ്റാമിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ഷോർട്സിലും എന്റെ റീൽസിലും ഒക്കെ പറയാറുള്ള വിറ്റാമിൻസ് ആണ്. പിന്നെ അടുത്ത ഇത് എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം വിറ്റാമിൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കും ഇറിറ്റേഷൻസ് വരും, ഭയങ്കര സ്റ്റിക്കിനെസ് ഒക്കെ ഫീൽ ചെയ്യുമല്ലോ. ഇത് അങ്ങനത്തെ പരിപാടീസ് ഒന്നുമില്ല. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ്. അത് മാത്രമല്ല, നമുക്ക് ഏതൊരു സ്കിൻ ടൈപ്പ് ആർക്കും ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു 16 എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് 10% വിറ്റാമിൻ സി ആണ് കോൺസെൻട്രേഷൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് തൊട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി ആണ്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് നയാസിനമൈഡും അതുപോലെ തന്നെ കോജിക് ആസിഡ് ഉണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് കോജിക് ആസിഡ് ഒരു 1% അല്ലെങ്കിൽ 2% ഒക്കെ നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 1% കോജിക് ആസിഡ്, ഈ ഒരു 10% വിറ്റാമിൻ സിയും കൂടി ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഇതൊരു പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ മെലാസ്മ പോലെയുള്ള പിഗ്മെന്റേഷൻ അല്ല കേട്ടോ പറയുന്നത്, അത് ഞാൻ എടുത്ത് പറയട്ടെ. നമ്മളെ സാധാരണ ആക്നെ മാർക്സിൽ അതൊക്കെ മാറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മെലാസ്മ മാറ്റാനുള്ള സാധനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു വിറ്റാമിൻ സി തന്നെ കാര്യം നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു കമ്പൈൻഡ് ഫോർമുലേഷൻ ആയിട്ട് വിറ്റാമിൻ സി കോജിക് ആസിഡ് കമ്പൈൻഡ് ഫോമാണ് നിങ്ങൾ നോക്കുന്നത്, ലൈറ്റ് വെയ്റ്റഡ് നോൺ സ്റ്റിക്കി ആണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ് ഈ ഒരു വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സിറം. ഇനി വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. മുഖത്ത് ഒരുപാട് ഒരു പ്രസന്റ്ലി ഉണ്ടെങ്കിൽ, അതായത് ആക്റ്റീവ് ആക്നൈസ് ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്ത് അത് ഒന്ന് സബ്ഡ്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 1-2 മോക്കുരുവാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. രണ്ടാമത്തെ വിറ്റാമിൻ സി നമുക്ക് ഏറ്റവും നല്ലത് മോർണിംഗിൽ യൂസ് ചെയ്യാനാണ്. അതിന്റെ കൂടെ നിങ്ങളുടെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ 2 കാര്യങ്ങൾ എപ്പോഴും വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കാൻ മറക്കരുതേ. അടുത്തെന്ന് വെച്ചാൽ നയാസിനമൈഡാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ആദ്യമേ എന്ന് വെച്ചാൽ കൂടുതലും കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് കോംപ്ലക്സ് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. അടുത്തതെന്ന് വെച്ചാൽ ഒരു നയാസിനമൈഡ് സിറാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലമ്മിന്റെ 10% നയാസിനമൈഡ് സിറാണ്. ഞാൻ ഒരുപാട് നയാസിനമൈഡ് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് എപ്പോഴും പറയും ഓർഡിനറിയുടെ 10% നയാസിനമൈഡ് സിറാണ്. അതിന് കട പിടിച്ച് നിൽക്കാനായിട്ട് എനിക്കൊരു നയാസിനമൈഡ് സിറം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനെന്ന് വെച്ചാൽ നമ്മുടെ പ്ലമ്മിന്റെ ഈ ഒരു 10% നയാസിനമൈഡ് സിറാണ്. ഇത് ഓപ്പൺ പോസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് റൈസ് വാട്ടർ എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ പിഗ്മെന്റേഷനിൽ ചെറിയ ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നയാസിനമൈഡ് ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. പക്ഷെ ഇത് ഒരു ബിഗിനറിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതിന്റെ തന്നെ 5% ഉണ്ട് നയാസിനമൈഡ്. അത് കോൺസെൻട്രേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു നയാസിനമൈഡ് വേണമെങ്കിൽ പിഗ്മെന്റേഷൻ മാറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലമ്മിന് 10% വരെ നിങ്ങൾക്ക് പ്ലമ്മിന്റെ 5% യൂസ് ചെയ്യാം.
നമ്മുടെ നയാസിനിമയിൽ മാത്രമേ അവർ അതിനകത്ത് വ്യത്യാസമായി, കോൺസെൻട്രേഷനിൽ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, ഫോർമുലേഷൻ ഒക്കെ ഒരുപോലെ തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ പ്ലമ്മിന്റെ ഈ ഒരു 10% അതല്ലെങ്കിൽ പ്ലമ്മിന്റെ 5% നയാസിനിമയുടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് ബിഗിനേഴ്സ് 10% യൂസ് ചെയ്യരുത് എന്ന് പറയണേന്ന് വെച്ചാൽ, നമ്മൾ നയാസിനിമൈഡ് അതായത് വിറ്റാമിൻ ബി വരുന്ന വിറ്റാമിൻ ബി എന്ന ഏതൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റും നമ്മൾ ഫസ്റ്റ് ചെയ്യണം അതിന് ഹൈ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 5% ആണെങ്കിൽ 10%-നേക്കാളും 5% ആണ് ബിഗിനേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിഷ്കെയറിന് വിറ്റാമിൻ സി സിറം 10% ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 18 എബോ ഒക്കെ ആകുമ്പോഴത്തേക്ക് യൂസ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ടീനേജറാണ് നിങ്ങൾക്ക് ഒരു സിറം യൂസ് ചെയ്യണമെങ്കിൽ പ്ലമ്മിന്റെ 5% നയാസിനമൈഡ് സിറം ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റാൻ ടീനേജ് ബേസിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. 10% ഒരിക്കലും ബിഗിനേഴ്സ് യൂസ് ചെയ്യരുത്. അഥവാ നിങ്ങൾ 10% വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെയിലി 2 നേരം യൂസ് ചെയ്യാതെ നിങ്ങൾ വാങ്ങിയ ഫസ്റ്റ് 2-3 വീക്സിൽ നൈറ്റിൽ മാത്രം, ആദ്യമേ ഫസ്റ്റ് വീക്കിൽ ഓൾട്ടർനേറ്റ് നൈറ്റ്സിൽ, നെക്സ്റ്റ് വീക്കിൽ ഫുൾ നൈറ്റ്, തേർഡ് വീക്കിൽ മാത്രമേ 2 നേരം. ഇപ്പൊ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ആ 10% സ്കിന്നിലോട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. അടുത്ത മൂന്നാമത്തേന്ന് വെച്ചാൽ ഒരു ട്രാൻഎക്സാമിക് ആസിഡ് സിറാണ്. കാരണം ഞാൻ ഒരുപാട് ട്രാൻഎക്സാമിക് ആസിഡ് സിറം ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെക്കമെൻഡേഷൻസിൽ നോക്കുമ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട്. പക്ഷെ എനിക്ക് ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻഎക്സാമിക് ആസിഡ് റെക്കമെൻഡേഷൻ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു ട്രാൻഎക്സാമിക് ആസിഡ് ട്രൈ ചെയ്യാനായിട്ട് വിചാരിച്ചു. അപ്പൊ എനിക്ക് ഇതിന്റെ മുന്നിൽ ഒരുപാട് എണ്ണം വന്നു. പക്ഷെ ഫിക്സ്റ്റേമയോട് എന്തോ ഒരു ഇഷ്ടം തോന്നിട്ട് ഫിക്സ്റ്റേമ വാങ്ങിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് വന്നപ്പോഴാണ് ഇതിനകത്ത് 10% ട്രാൻഎക്സാമിക് ആസിഡ്, പിന്നെ മോബസ് ആൽബ എക്സ്ട്രാക്ട് ഉണ്ട്, നമ്മുടെ മൾബറിയിൽ അതുണ്ട്, ഫെന്റിക് ആസിഡ്. ഇതിനകത്ത് നമ്മുടെ മൾബറി എക്സ്ട്രാക്ട് ആയാലും അതുപോലെ ഫെന്റിക് ആസിഡ് ആയാലും നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. കാരണം ഇതിനകത്ത് രണ്ടിനും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മൾബറി എക്സ്ട്രാക്റ്റിൽ ഡെഫിനറ്റ്ലി ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് പിഗ്മെന്റേഷന് ഹെൽപ്പ് ചെയ്യും. ട്രാൻഎക്സാമിക് ആസിഡ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന വൺ ഓഫ് ദി പവർഫുൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയതുകൊണ്ട് 10% നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. ഇത് എന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്, ഞാൻ വലുത് വാങ്ങിച്ചത്. ഫസ്റ്റ് ബോട്ടിൽ ചെറുതായിരുന്നു ഞാൻ വാങ്ങിച്ചത്, ഇതിന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. 10% ട്രാൻഎക്സാമിക് ആസിഡ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. വൺസ് ഇൻ എ ടൈമിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ എന്നാലും എന്ന് വെച്ചാൽ എൻ്റെ ഒരു POVയിൽ ഇന്ത്യൻ സ്കിൻ ടൈപ്പില് നമ്മുടെ കോജിക് ആസിഡിനെക്കാളും നല്ല എക്സസീവ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻസ്, അതായത് മെലാസ്മയുടെ അത്രയും അല്ലെങ്കിലും നല്ല രീതിയിലുള്ള ഈ ഇതില്ല നമ്മുടെ നന്നായിട്ട് പിമ്പിൾ മാർക്സ് വരുന്ന ആൾക്കാർ, ചെറിയ മാർക്സ് നല്ല ഇന്റൻസ് ആയിട്ട് പിമ്പിൾ മാർക്സ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ട്രാൻഎക്സാമിക് ആസിഡ്. അങ്ങനെയാണ് ഞാൻ ഈ ട്രാൻഎക്സാമിക് ആസിഡ് വാങ്ങിച്ചത്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ പിന്നെ എനിക്കൊരു നമ്മളിപ്പം ഞാൻ പറയത്തില്ല, ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയുടെ ഒരു ട്രാൻഎക്സാമിക് ആസിഡ് മാത്രം വിശ്വസിച്ചിട്ട് നമുക്ക് മറ്റൊരു ട്രാൻഎക്സാമിക് ആസിഡ് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ വേറൊരെണ്ണം കൂടെ ട്രൈ ചെയ്തു, അതും എനിക്ക് വർക്ക് ചെയ്തു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ട്രാൻഎക്സാമിക് ആസിഡ് ഇന്ത്യൻ സ്കിൻകാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ട്രാൻഎക്സാമിക് ആസിഡ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ എന്റെ ഏറ്റവും വലിയ പിഗ്മെന്റേഷൻ മാറ്റുന്ന ഇൻഗ്രീഡിയന്റ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് കോജിക് ആസിഡ്. പക്ഷെ അത്രയ്ക്കും കോജിക് ആസിഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും കോജിക് ആസിഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പിഗ്മെന്റേഷൻ വീണ്ടും വീണ്ടും വരുന്നത്? എനിക്ക് മുഖക്കുരു വരും, ഉറപ്പായിട്ടും പിഗ്മെന്റേഷൻ വരും. പീരിയഡ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി മുഖക്കുരു വരും. ഇത് ഈ ലേറ്റസ്റ്റിന്റെ ഇതാണ്, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പിഗ്മെന്റേഷൻ മാറ്റാൻ ഒരു കഷ്ടപ്പെട്ട ഒരു പിഗ്മെന്റേഷൻ എങ്ങനെയെങ്കിലും മാറ്റി വരുമ്പോഴത്തേക്ക് അടുത്ത മുഖക്കുരു വരും, അടുത്ത പിഗ്മെന്റേഷൻ വരും. അപ്പൊ അത് മാറ്റാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് സാധനം ട്രൈ ചെയ്ത് നോക്കാനും പറ്റുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫിക്സ്റ്റമയുടെ ട്രാൻഎക്സാമിക് ആസിഡ് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു സാധനമാണ്. ഇത് പറയുമ്പോൾ ഞാൻ അടുത്ത സാധനം ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. 4ാമത്താണ് നമ്മുടെ ട്രാൻഎക്സാമിക് ആസിഡ്. ഇത് ആക്ച്വലി വാങ്ങിക്കാൻ ടാഗ്സ് പറയേണ്ടത് നമ്മുടെ ബ്ലിങ്കിറ്റിനോടാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫിക്സ്റ്റേമയുടെ ട്രാൻഎക്സാമിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് തീർന്നു പോയി. പക്ഷെ ആ ബോട്ടിലായിരുന്നു, നമുക്ക് പെട്ടെന്ന് തീർന്നാൽ മനസ്സിലാവില്ല. എന്റെ മനസ്സിൽ നിന്ന് വിട്ടും പോയത് ഓർഡർ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ പ്രസന്റ് ഒരുപാട് സാധനം ഓർഡർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തില്ല. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ട്രാൻസ്ഫോമിക് ആസിഡ് എന്തായാലും വേണം. അപ്പൊ ഞാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സാധനം ബ്ലിങ്കിറ്റിൽ കിടക്കുന്നുണ്ട്. ഒരിക്കൽ അടുത്തത് വാങ്ങിക്കുന്ന വരെ ഒരു ട്രാൻഎക്സാമിക് ആസിഡ് വേണം എന്നും പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. കാരണം ഒരു ഉറപ്പും ഇല്ലാണ്ട് വാങ്ങിച്ച ട്രാൻഎക്സാമിക് ആസിഡ്. ഇതിന്റെ ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഫോക്സ്റ്റലിന്റെ സൈറ്റിൽ. പക്ഷെ ഞാനിത് അങ്ങനെ റെക്കമെൻഡ് പോലും ചെയ്യാത്ത ട്രാൻഎക്സാമിക് ആസിഡ് ആണ്. കാരണം എന്തോ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് ഈ പിങ്ക് ബോട്ടിൽ നിന്ന് വന്നു. പക്ഷെ വാങ്ങിച്ചുപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരിക്കലും നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. കാരണം എനിക്ക് ഫിക്സ്റ്ററിനേക്കാളും ഒരു പടി മുന്നിലായിട്ട് ഈ ട്രാൻഎക്സാമിക് ആസിഡ് വർക്ക് ചെയ്തായിട്ട് ഫീൽ ചെയ്തു. കാരണം അതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെറും 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് ട്രാൻഎക്സാമിക് ആസിഡ്, പിന്നെ ഒലിഗോപെപ്റ്റൈഡ്. ഇത് രണ്ടും കൂടെ
ഫിക്സ് ടേം വർക്ക് ചെയ്തേക്കാളും എന്ന് വെച്ചാൽ ഫിക്സ് ടേം 2 ആഴ്ച കൊണ്ട് മാറ്റും എന്ന് തോന്നിയ പിഗ്മെന്റേഷൻ എനിക്ക് ഇത് 1 ആഴ്ച കൊണ്ട് മാറ്റി. വെച്ചാൽ അത് ഇതിപ്പോ എന്റെ 2ാമത്തെ ബോട്ടിലാണ്. ഞാൻ ഇത് രണ്ടും റെക്കമെൻഡേഷനിൽ പറയുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഇന്റൻസ് പിഗ്മെന്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ടേം ട്രൈ ചെയ്യാം. അതല്ല വെച്ചാൽ അത്യാവശ്യം പിഗ്മെന്റേഷൻ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റുന്നത്. കാരണം ഇത് രണ്ടിനും 2 രീതിയുണ്ട്. കാരണം നിങ്ങളുടെ കുറച്ച് ഓയിലി സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ടേം ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വരുന്നത്. കാരണം മാത്രമല്ല കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫിക്സ് ടേം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതല്ല നിങ്ങളത് നോർമൽ സ്കിന്നാണ്, നോർമൽ അധികം ആക്നെ പ്രോൺ ഒന്നും അല്ല, ഒരു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ടേം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. 1-2 സിറംസ്, ഹൈഡ്രേറ്റിംഗ് സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും. ഇത് അത്ര ലൈറ്റ് വെയ്റ്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹൈഡ്രേഷൻ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹെവിനെസ് തോന്നും. ഇതും 2-3 സിറംസ് കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഹെവിനെസ് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ടേം ആയിരിക്കും നല്ലത്. അതല്ല നിങ്ങൾ ലിറ്ററലി ഒരു സിറപ്പ് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ടാനക്സ് ഈ ഒരു സാധനമായിരിക്കും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകണം. കാരണം ഒരു ഇതിലും എനിക്കൊരു എന്താ പറയുന്ന ഒരു വിശ്വാസം ഇല്ലാതെ ജസ്റ്റ് റാൻഡമായിട്ട് വാങ്ങിച്ചിട്ട് ഡെഫിനറ്റ്ലി എനിക്ക് വർക്ക് ചെയ്തൊരു സാധനമാണ് ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു ടാനെക്സാമിക് ആസിഡ് സിറം. സോ മിൽക്കി ഡ്രോപ്പ് എന്നാണ് ഇത് പറയുന്നത്. പോളി സാധനമാണ്. ഞാനിത് എപ്പോഴും ഇപ്പൊ റെക്കമെൻഡേഷനിൽ എപ്പോഴും ഇപ്പൊ പറയുന്നത് ടാനെക്സാമിക് ആസിഡ് സിറം കൂടിയാണ്. 5th ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ കോജിക് ആസിഡ്. സംഭവം എന്ന് വെച്ചാൽ 5th ബോട്ടിൽ അല്ലെങ്കിൽ 5th സാധനം വെച്ചാൽ ഡെർമോക്കോൾ 2% കോജിക് ആസിഡ് സിറം. ഇത് ആക്ച്വലി ഞാനൊരു കല്യാണം കഴിഞ്ഞ ഉടനെ വാങ്ങിച്ചിട്ടൊരു സാധനമായിരുന്നു. കാരണം കല്യാണം കഴിയുന്നവരെ ഞാൻ പിഗ്മെന്റേഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിനിമലിസ്റ്റിന്റെ ആൽഫ ആർബിറ്റിനായിരുന്നു. ആ സാധനം എനിക്ക് അത്ര വർക്ക് ചെയ്തില്ല. അതിന്റെ റീസൺ ഞാൻ മിനിമലിസ്റ്റ് പറയുമ്പോൾ പറഞ്ഞുതരാം. ഇത് അങ്ങനെ ഞാൻ ഓക്കെ എന്റെ പിഗ്മെന്റേഷൻ പോവില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ഡെർമക്കോയുടെ സാധനം എന്റെ കയ്യിൽ വന്നപ്പെട്ടത്. ഇത് നിങ്ങൾ പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ എന്റെ സ്ഥിരം സ്കിൻ കെയർ റുട്ടീനിലുള്ള ഒരു പിഗ്മെന്റേഷൻ റെഡ്യൂസിങ് സാധനമാണ് ഇത് ആ സമയങ്ങളിലൊക്കെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ പിന്നെ കുറച്ചുകൂടി വർക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ടിപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പൊ ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ട്, മെലാസ്മയുടെ അത്ര ഇന്റൻസ് അല്ലാത്ത പിഗ്മെന്റ് മെലാസ്മയൊക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സിറാണ് ഡെർമക്കോൾ 2% കോജിക് ആസിഡ് സിറം. അതുപോലെ തന്നെ അവരുടെ 3 വെറൈറ്റി ഉണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഈ ബോട്ടിലിന്റെ അവസ്ഥ കണ്ടില്ലേ, ആ ബോട്ടിൽ എന്റെ കയ്യിൽ നിന്ന് ഷിഫ്റ്റിങ്ങിന്റെ ടൈമിൽ മിസ്സായി പോയിട്ടുണ്ടാണ്. അവരുടെ 3 സാധനം ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നു. 3ഉം ബെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ മാറ്റി ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പറഞ്ഞു തരാനുള്ള നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി ട്രൈ ചെയ്യുന്നതാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം എന്റെ ലൈഫ് സേവറുകളിൽ ഒന്നാണ്. ഞാൻ ഈ 2% ഡെർമക്കോൾ കോജിക് ആസിഡ് ഇതിനകത്ത് 2% കോജിക് ആസിഡ് കൂടാതെ നയാസിനമൈഡും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു ഹൈഡ്രേഷൻ, ഓപ്പൺ പോസ് ഒക്കെ ചെറിയ ഓപ്പൺ പോസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ആൽഫ ആർബിറ്റിനും ഉണ്ട്. 1% ആൽഫ ആർബിറ്റിനാണ് ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പൊ 2 പിഗ്മെന്റേഷൻ റെഡ്യൂസിങ് സാധനങ്ങൾ നിങ്ങൾക്ക് ഒറ്റ ബോട്ടിൽ കിട്ടും. സോ അതുകൊണ്ട് ഇതും ഷെഫ് കിസ് ആണ്. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് മെലാസം വന്നു തുടങ്ങി എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. നല്ല ഇന്റൻസ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറും എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇന്റൻസ് എന്ന് വെച്ചാൽ നല്ല പിഗ്മെന്റേഷൻ ആയിട്ട് നമ്മൾ വേഴ്സ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ അതെ. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോട്ട് ചെയ്ത് തുടങ്ങി എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. ഇതുപോലെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ കോജിക് ആസിഡ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് ക്രീമും വർക്ക് ചെയ്യും, ഇതിന്റെ സെറും രണ്ടും പൊളിയാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഒരു POVയിൽ ഇത് രണ്ടും വർക്ക് ചെയ്യും. ഇത് കുറച്ചും കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കോജിക് ആസിഡ് 2% നയാസിനമൈഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് സ്കിന്നിന് ജെന്റിലായിട്ട്, കാരണം ഇത് ഒരുപാട് പെർസെന്റേജ് ഒന്നുമില്ല, 0.5% ഗ്ലൈക്കോളിക് ആസിഡ്. സോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ജെന്റിലായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഗ്ലൈക്കോളിക് ആസിഡ് ടൈറോസിനേസ് ഇൻഹിബിറ്റർ. അപ്പൊ ഇതിനകത്ത് 2 ടൈറോസിനേസ് ഇൻഹിബിറ്റർ, ഒരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയന്റും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈ സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പർക്കും, സെൻസിറ്റീവ് അല്ലെങ്കിൽ ഓവർ സെൻസിറ്റീവ് അല്ലാത്ത എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹാർഷായിട്ട് നിൽക്കുന്ന സ്കിൻ, ഒരുപാട് ടൈം ഒന്ന് സ്കിൻ കെയർ റൊട്ടീൻ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക, ഈ ഒരു ക്രീം ഇടുക, സൺസ്ക്രീൻ ഇടുക, പോവുക. അങ്ങനത്തെ റൊട്ടീൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കറക്റ്റിംഗ് ക്രീമാണ് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് ക്രീം, സ്പോട്ട് കറക്റ്റിംഗ് ക്രീം. ഇത് നിങ്ങൾക്ക് എത്ര എക്സസീവ് ആയിട്ടുള്ള മെലാസ്മ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ അത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ സാധനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്.
അടുത്ത ഒരു 2% കോജിക് ആസിഡ് എന്നോട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ പറയുന്നത് ഡെർമാ ടച്ചിന് 2% കോജിക് ആസിഡ്. ഇത് ആക്ച്വലി എനിക്കൊരു PR ബോക്സിൽ വന്നതാണ്. അപ്പോൾ അമ്മ അന്ന് എടുത്തു യൂസ് ചെയ്തു. ഇപ്പൊ ഞാൻ പറയാം യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയും, അന്ന് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി. കാരണം അന്ന് എനിക്ക് എക്സസീവ് ആയിട്ട് പിഗ്മെന്റേഷൻ വരുന്നൊരു സമയമായിരുന്നു. കാരണം കുറച്ച് ഞാൻ ഷിഫ്റ്റിംഗ് ഒക്കെ വന്നു. ഞാൻ നാട്ടിൽ നമ്മൾ വേറെ വീടെടുത്ത് മാറുന്നത് ഷിഫ്റ്റിംഗ് വന്ന് കുറച്ച് സ്ട്രെസ് ആയിട്ട് അതീ സ്വന്തമായിട്ട് പണിയെടുക്കണം എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഉണ്ടായ കുറച്ച് സ്ട്രെസ്സും അപ്പൊ അത് കാരണം ഉണ്ടായ കുറെ പോക്കൂരൊക്കെ ഉണ്ടായിരുന്നു ഫേസിൽ. പിന്നെ ഡൾനെസ്, കാരണം നമുക്ക് സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഷിഫ്റ്റിങ്ങിന്റെ പ്രശ്നം, പിന്നെ കുറച്ച് മെഡിക്കേഷൻ എടുക്കുന്നുണ്ടായിരുന്നു, അതിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് അധികം എനിക്ക് സ്കിൻ കെയറിലോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഓക്കെ ഫൈൻ, പിഗ്മെന്റേഷൻ ഒക്കെ വന്നു എന്താ പറയുന്നത്, ഒന്ന് സ്കിൻ കെയറിലോട്ടൊക്കെ വരുന്ന സമയത്ത് എനിക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്താ പൊളി സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ കോജിക് ആസിഡ്, ഡെർമക്കോഡ് കോജിക് ആസിഡ് ലൈക്ക് എനിക്ക് ടോപ്പ് നോച്ചിൽ നിന്നെങ്കിൽ എനിക്ക് അതിന് കട്ടയ്ക്ക് ഒരു കോജിക് ആസിഡും അതുവരെയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ കംസ് ഡെർമാടച്ച് 2% കോജിക് ആസിഡ്. പൊളി സാധനമാണ്. നിങ്ങൾ 18 ഏജിന് എബോ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എത്ര എക്സസീവ് ആയിട്ടുള്ള പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിലും മെലാസ്മ ഇച്ചിരി ഒരുപാട് ഇന്റൻസ് ആയാലും ഇച്ചിരി ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട അത്രയും മെലാസ്മ ഇല്ലെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് ബേബി. കാരണം നിങ്ങൾക്ക് അത്രയും പഴയ ബോട്ടിലാണ് ഞാൻ പറക്കി വെച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും എനിക്കിത് ലോങ് വീഡിയോയിൽ പറയണം എന്നുള്ളതുകൊണ്ട് ക്യാപ്പൊക്കെ അതുകൊണ്ടാണ് അഴുക്കായിട്ടിരിക്കുന്നത്. സോ ദിസ് വൺ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോജിക് ആസിഡ് ആണ് ഇത്. പിന്നെ എന്ന് വെച്ചാല് ഇതിനകത്ത് വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ, കോജിക് ആസിഡ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ക്ലിനിക്കലി അങ്ങനത്തെ ബ്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. ഫോക്സ്റ്റൈലിൽ നോക്കിയാലും അവർക്ക് ഫ്രാഗ്രൻസ് ഉണ്ട്, ഡെർമക്കോയിൽ ഫ്രാഗ്രൻസ് ഇല്ല. പക്ഷെ ഇതിനകത്ത് കോജിക് ആസിഡ് മാത്രം പിന്നെ കോജിക് ആസിഡോട് അവർ അധികം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ട്രൈ ഔട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ 2% നന്നായിട്ട് നമുക്ക് സ്കിന്നിൽ എഫക്റ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, നല്ല പുതിയതായിട്ട് വന്ന എന്ത് പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിൽ ഈ ബേബിയെ ട്രൈ ചെയ്ത്. കോജിക് ആസിഡ് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതാണ് എന്റെ ടോപ്പ് ഫേവറേറ്റ് കോജിക് ആസിഡ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡെർമക്കോ, ഡെർമാടച്ച്, ഡോക്ടർ ഷെയ്ഡ്. ഡോക്ടർ ഷെയ്ഡിന്റെ രണ്ടും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അവരുടെ ക്രീമും ഫേവറേറ്റ് ആണ്, അവരുടെ സെറവും ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ഡെർമക്കോയുടെ 3 കോജിക് ആസിഡ് എന്റെ ഫേവറേറ്റ് ആണ്. എന്തുകൊണ്ട് ഡെർമക്കോ എനിക്ക് ടോപ്പിൽ നിൽക്കണോ എന്ന് ചോദിച്ചാൽ, കോജിക് ആസിഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യൻ സ്കിൻ, ഇപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതെല്ലാം ഇന്ത്യൻ സിറംസ് ആണ്. അപ്പൊ ഇന്ത്യൻ സിറംസിൽ ആദ്യമായിട്ട് കോജിക് ആസിഡ് പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവരാണ്? കോജിക് ആസിഡ് നമ്മൾ ഒരുപാട് എന്താ മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടുന്ന ക്രീം ഉണ്ടെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഫോർമുലേഷൻ നമുക്ക് ഉണ്ടാക്കി തന്നത് ഡെർമക്കോ ആണ്. അതുകൊണ്ടാണ് ഡെർമക്കോ എനിക്ക് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. സോ ഡെർമക്കോ, ഡെർമാടച്ച്, ഡോക്ടർ ഷീറ്റ് ഇവരുടെ 3 പേരുടെ ഏതെങ്കിലും ഒരു കോജിക് ആസിഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മെലാസ്മ പോലെയുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ്. എപ്പോഴും ശ്രദ്ധിക്കുക, സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അടുത്താണ് ആൽഫ ആർബിറ്റ്. ആൽഫ ആർബിറ്റ് എന്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയന്റ് ആണ്, പ്രത്യേകിച്ചും നിങ്ങൾക്ക് നല്ല സൺടാനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട്. പക്ഷെ എന്നാലും ഒരു ആൽഫ ആർബിറ്റും സൺടാൻ അല്ലാണ്ട് പിഗ്മെന്റേഷന് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അതാണ് നമ്മുടെ മിനിമലിസ്റ്റിന് ഈ ഒരു ആൽഫ ആർബിറ്റും. അവർക്ക് ഈ ഒരു ഫോർമുലേഷൻ ഉണ്ടായിരുന്നു. ഇതെനിക്ക് തീരെ വർക്ക് ചെയ്യാത്ത ഫോർമുലേഷൻ മിനിമലിസ്റ്റ്. കാരണം എവർക്കും ആൽഫ ആർബിറ്റിനും ആൽഫ ലിപ്പോളിക് ആസിഡും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഈ സാധനം 8% ആൽഫ ആർബിറ്റ് ഉണ്ടായിട്ട് എനിക്കിത് വർക്ക് ചെയ്തില്ല. പക്ഷെ കാരണം ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർക്കാൻ അവർ 8 കൊടുത്തില്ല. പക്ഷെ ഈ മിനിമലിസ്റ്റിന് ഒരു 2% ആൽഫ ആർബിറ്റ് ഉണ്ട്. ഇതിപ്പം എന്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ മിസ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചെറിയൊരു ബോട്ടിൽ ഓർഡർ ചെയ്താണ്. ലൈക്ക് ദിസ് ഈസ് ആൽഫ ആർബിറ്റുകളിൽ ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ആൽഫ ആർബിറ്റ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന് ആൽഫ ആർബിറ്റും ഇതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ്. എന്റെ ബോട്ടിൽ മിസ് ആയിട്ടാണ് ഞാൻ അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. പക്ഷെ സ്റ്റിൽ ദിസ് ആൽഫ ആർബിറ്റ് നിങ്ങൾക്ക് നമ്മളിപ്പോ വെയിലത്ത് പോയിട്ട് നിങ്ങൾ ഓൾറെഡി ഉള്ള പിഗ്മെന്റേഷൻ ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രെക്കിൾസ് ഒക്കെ ഉണ്ടാകത്തില്ലേ, അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഇന്റൻസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ആൽഫ ആർബിറ്റ്. നമ്മുടെ സ്കിൻ ഏത് രീതിയിലും ബ്രൈറ്റ്, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ പിഗ്മെന്റേഷൻ മാറ്റി ബ്രൈറ്റ്നപ്പ് ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ സ്കിൻ ഒരു ഡൾനെസ് ഒക്കെ വരും, നമുക്ക് പെട്ടെന്ന് ഡൾനെസ്സും അൺഈവൻനെസ്സും അതുപോലെ ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ മാർക്സും ഒക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഈ മിനിമലിസ്റ്റിന്റെ ആൽഫ ആർബിറ്റ് വാങ്ങിച്ചാൽ നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം 1-2 യൂസ് തന്നെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ കാരണം ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് നല്ല ടൈം എടുക്കും. പക്ഷെ ഈ സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കും. ഞാൻ പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ ഉപയോഗിച്ച് മാജിക്കലി നിങ്ങൾ നെക്സ്റ്റ് ഡേ മാറി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആ ചെറിയ സ്കെയിലില്ലേ, ആ സ്കെയിലിൽ നമുക്ക് ഡിഫറൻസ് ഈ മിനിമലിസ്റ്റ് ആൽഫ ആർബിറ്റിൽ മനസ്സിലാവും. മാത്രമല്ല ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇത് നോൺ കൊമഡോജനിക് ആണ്. ഓയിലി സ്കിൻകാർക്കും ആക്നെ-പ്രോൺ സ്കിൻകാർക്കും സെൻസിറ്റീവ് സ്കിൻകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൽഫ ആർബിറ്റാണ് മിനിമലിസ്റ്റിന്റെ ഈ ഒരു ആൽഫ ആർബിറ്റ്.
ഇത് വാങ്ങിക്കരുത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു അവർ ഡിസ്കാർഡ് ചെയ്തിപ്പോ ഇല്ലാന്ന് തോന്നുന്നു ഈ ഒരു ആൽഫ ആർബിറ്റിൻ മിനിമലിസ്റ്റില്. പക്ഷെ ഈ ആൽഫ ആർബിറ്റ് 2% ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഞാൻ പറയാൻ പറഞ്ഞേ, ഫെറൂലിക് ആസിഡ്. നമ്മൾ വിറ്റാമിൻ സിയുടെ പറയുമ്പോഴത്തേക്ക് അത് വിറ്റാമിൻ സി പ്ലസ് ഫെറൂലിക് ആസിഡ് ആണെങ്കിൽ പൊളി സാധനമാണ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ അത് ഈ വീഡിയോയിൽ പറയാത്തത് വിറ്റാമിൻ സിയുടെ വീഡിയോ അല്ലാത്തതുകൊണ്ടാണ്, ഒരു ആന്റി ഓക്സിഡന്റ് വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഈ വീഡിയോയിൽ പറയാത്തത്. പക്ഷേ ഈ ഒരു ആൽഫ ആർബിറ്റിനകത്ത് ഇതിനകത്ത് ഫെറൂലിക് ആസിഡ് കൊണ്ട് മിനിമലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നന്നായിട്ട് ആന്റി ഓക്സിഡന്റ് ബേസ് വരുന്ന പിഗ്മെന്റേഷനും തടഞ്ഞു നിർത്തി പിഗ്മെന്റേഷൻ തടയാനായിട്ട് ഈ ആൽഫ ആർബിറ്റ് നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ സമ്മർ സീസണിൽ പിഗ്മെന്റേഷൻ വരാനായിട്ട് പോവുകയാണെങ്കിൽ ഓടിപ്പോയി ഈ ഒരു സാധനം വാങ്ങിച്ചു പൊളിയായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. പ്രിവെന്റീവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. ഫോക്സ്റ്റൈലിന്റെ റെറ്റിനോളും പിന്നെ ഫോർമുല എക്സിന്റെ റെറ്റിനോളും രണ്ടും പൊളി സാധനമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ടും ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഞാൻ ഇത് രണ്ടും മാത്രമേ ഇതിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു റെറ്റിനോൾ സിറം വാങ്ങിച്ചത് നമുക്ക് പിഗ്മെന്റേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം അത് നമ്മുടെ റെറ്റിനോൾ വിറ്റാമിൻ എയുടെ അണ്ടർ വരുന്നതുകൊണ്ട് അത് കൊളാജൻ എന്താ പറയുന്നത്, കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടും സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഔട്ടർ ലെയറിലുള്ള പിഗ്മെന്റേഷൻ പോകാനായിട്ട്, പുതിയ പുതിയ സ്കിൻ വരുന്നതുകൊണ്ട് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വിറ്റാമിൻ അതായത് റെറ്റിനോൾ സിറംസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും 25 ഏജിന് എബോ ആയിട്ടുള്ള ആൾക്കാരാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും 25 ഏജിന് എബോ ആണ്. നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടല്ല, നിങ്ങൾ ആന്റി ഏജിങ് മെത്തേഡിൽ ഒരു സിറം നോക്കുകയാണെങ്കിൽ റെറ്റിനോൾ ഈസ് ദ വൺ. അത് ഇതിന്റെയോ ഫോക്സ്റ്റൈലിന്റെയോ ഫോർമുല എക്സിന്റെ ആണെങ്കിൽ പൊളി സാധനമാണ്. പക്ഷെ നിങ്ങൾ അതല്ല ഫൈൻ ലൈൻസ് റിംഗിൾസ് മാറ്റാനാണ് 25 ഏജിന് എബോ താഴോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെപ്റ്റൈഡ് സിറംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് കൊണ്ടും ഇത് ഒരുവിധം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻ ലൈൻസ് റിംഗിൾസും റെഡ്യൂസ് ചെയ്യാനും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ റെറ്റിനോൾ പറഞ്ഞത്. പക്ഷെ ഇത് ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി കാണിക്കാൻ വേണ്ടി കാണിച്ചത്. പക്ഷേ ഈ റെറ്റിനോളിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഫോർമുല എക്സിന്റെ റെറ്റിനോളാണ്. പാക്കേജ് മിസ്സായി, സോറി. ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഷോർട്ട് വീഡിയോസ് കാണിച്ചു തരാം, അല്ലെങ്കിൽ പുതിയതായിട്ടൊരെണ്ണം ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴാണ് ആ ഫോർമുല എക്സ് എൻ്റെ മിസ്സായി എന്നുള്ള നെസസിറ്റി ഞാൻ മനസ്സിലായത്, സോറി. സോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ടീവ് ആയിട്ട് ഫോക്സ്റ്റൈൽ വെച്ചത്. ഫോക്സ്റ്റൈലിനെക്കാളും എനിക്ക് തോന്നുന്ന പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് റെറ്റിനോൾസിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോർമുല എക്സിന്റെ റെറ്റിനോളാണ്. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 25 ഏജിന് എബോ ആണെങ്കിൽ മാത്രമേ ഈ ഒരു റെറ്റിനോൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. വിറ്റാമിൻ സി സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം, ലാക്റ്റിക് ആസിഡ് സിറം, സാലിസിലിക് ആസിഡ് സിറം പോലെയുള്ള സാധനങ്ങൾ, HA/BHA പീലിംഗ് സൊല്യൂഷൻസിന്റെ സിറം, ഇതിന്റെ കൂടെയോ മോയ്സ്ചറൈസർ, ഇതടങ്ങിയ മോയ്സ്ചറൈസേഴ്സിന്റെ കൂടെ ഒരിക്കലും ഫോക്സ്റ്റൈലിന്റെ ഒരു റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വീക്കിലി 2 പ്രാവശ്യം മാത്രമേ എപ്പോഴും റെറ്റിനോൾ സിറം യൂസ് ചെയ്യാൻ പാടുള്ളൂ. റെറ്റിനോളിനെ പറ്റി അറിയുന്നതെങ്കിൽ ഞാൻ ടൈക്കാർഡിൽ ഇപ്പോൾ ഒരു വീഡിയോ, ഒരു പ്ലേലിസ്റ്റ് കൊടുക്കാം, അത് കണ്ടുനോക്കി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്തതെന്ന് വെച്ചാൽ വീക്കിലി വൺസോ ട്വൈസോ ഒക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനമാണ്. പ്രത്യേകിച്ചും ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിലും വർക്ക് ചെയ്യും. പക്ഷെ ഒരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി അല്ല. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മിനിമം നിങ്ങൾ ഡെർമക്കോഡിൽ ഒരു ചെറിയ പീലിംഗ് സൊല്യൂഷനെങ്കിലും യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ, ഏതൊരു പീലിംഗ് സൊല്യൂഷൻ എങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ കാണിച്ചേക്കുന്ന അണ്ടർ റേറ്റഡിനെയാണ്. ഇത് റേറ്റ് കുറവായിട്ടുള്ള ഒരു പീലിംഗ് സൊല്യൂഷൻ. ഇത് അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രിമിന്റെ പീലിംഗ് സൊല്യൂഷനൊക്കെ നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനും സ്കിൻ ബ്രൈറ്റ്നസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇതൊരു സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനായിട്ടും പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെർമക്കോഡ് അല്ലെങ്കിൽ പ്ലമ്മിന്റെ ഒരു പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വീക്കിലി അല്ല മന്ത്ലി വൺസ് നിങ്ങൾക്ക് അണ്ടർ റേറ്റഡിന്റെ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ പിൽഗ്രിമിന്റെ പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റില് പീലിംഗ് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും 23 ഏജിന് എബോ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു സാധനം ട്രൈ ചെയ്യാനായിട്ട് നിൽക്കാൻ പാടുള്ളൂ. കാരണം മറ്റുള്ളവരുടെ സ്കിൻ കുറച്ച് ജെന്റിലാണ്. 23, 24, 25 ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഏജ് ആയി തുടങ്ങും, mid-20s. അപ്പൊ അവർക്കാണ് പീലിംഗ് സൊല്യൂഷൻ എപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് താഴോട്ടുള്ള ആൾക്കാർ എക്സ്പോളേഷനെ പറ്റി ഇപ്പൊ ആലോചിക്കേണ്ട. നിങ്ങളുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണോസ് ഒക്കെ മാത്രമേ വീക്കിലി വൺസോ ട്വൈസ് യൂസ് ചെയ്താൽ നിങ്ങളുടെ എക്സ്പോളേഷൻ അവിടെ കഴിയും. സോ ദിസ് വൺ ഇപ്പൊ ഈ ഒരു സിറവും നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മാറ്റി സ്കിന്നിന് ഈവൻ ടോൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്റെ പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറ്റുന്ന ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള സിറംസിനെ പറ്റി, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇന്ത്യൻ ബ്രാൻഡിലുള്ള സാധനമാണ്. ഒരു 3 വർഷം മുന്നേ 4 വർഷം മുന്നേ എന്നോട് ഒരാൾ പറയും നീ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത്തിരി ചെയ്യൂന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം
ഇന്ത്യൻ സ്കിൻ കെയർ അത്രയും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയർ ഭയങ്കര രീതിയിൽ വാസായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്കുള്ള പിഗ്മെന്റേഷനെ പറ്റിയിട്ടും ഇന്ത്യൻ സ്കിന്നിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരാനായിട്ടും. എക്സാമ്പിൾ പറയുന്നത് ട്രാൻസാമിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ, അങ്ങനത്തെ അതായത് വിറ്റാമിൻ സി എന്ന് വെച്ചാൽ വിഷ്കറിന്റെ വിറ്റാമിൻ സി ലിറ്ററലി ക്ലെയറിന്റെ വിറ്റാമിൻസുമായിട്ട് കിടപിടിച്ച് നിൽക്കുന്ന വൺ ഓഫ് ദി വിറ്റാമിൻ സി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം രണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വിറ്റാമിൻ സിയും അങ്ങനത്തെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് ഇൻഗ്രീഡിയൻസും അതനുസരിച്ചുള്ള സ്ഥലത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതുപോലത്തെ വെറൈറ്റി സ്കിൻ കെയർ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്ന റിച്ച് ലക്ഷ്മി സൈനിങ്.